ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും ഐ ഓപ്പണർ ടു ഓൾ ഓഫ് us. ഇത് ജാതിയില്ല മതമില്ല ഒന്നുമില്ല. സിറ്റുവേഷൻ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമ കേരളത്തിന് അപമാനിക്കുന്നതായിട്ട് ഒന്നുമില്ല. ഇത് വെറുതെ ഒരു ആൾക്കാർ വെറുതെ ഉണ്ടാക്കി പറയുന്ന ഇതാണ്. കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും കാണണം. വളരെ വളരെ നല്ല സിനിമ. അതിനൊന്നും ഇല്ലേ? വളരെ അപ്സെറ്റ് ആയിട്ട് ഇതെന്റെ കേരളത്തിന്റെ കഥയില്ലാത്തതുകൊണ്ട് എന്റെ കേരളത്തിൽ ഞാനിങ്ങനെയല്ല കാണും. വാർത്തകൾ ഇത് മുന്നുള്ള പ്രീ വാർത്തകൾ നിറഞ്ഞു നിന്നത് ഇത് ഒരു പ്രൊപ്പഗണ്ട മൂവിയാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ പ്രൊപ്പഗണ്ട മൂവി ആണ് എന്നുകൊണ്ട് കണ്ടിട്ട് തോന്നുന്നില്ല. റിയൽ സ്റ്റോറി ചെയ്തിരിക്കുന്നതായിട്ടാണ് തോന്നുന്നുള്ളൂ. മോനെ നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. തിയേറ്ററുകൾ സിനിമ റിലീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് തിയേറ്റർ റിലീസ് ചെയ്യാത്തത് എന്നറിയാൻ പറ്റില്ല. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ പരിധിയുണ്ട്. ഇതിനു മുമ്പും പല സിനിമകളും തിയേറ്ററിൽ വന്നപ്പോൾ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സിനിമകളൊക്കെ തിയേറ്ററുകളും പ്രദർശിപ്പിക്കുക ചെയ്തുണ്ടായി. പക്ഷേ ഈ ഒരു സിനിമ എന്തുകൊണ്ടാണ് കേരളം പോലെ ഇത്രയും പുരോഗമന ചിന്താഗതിക്കാരുള്ള നാടുകളിൽ പല തിയേറ്ററുകളും മടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് കൂടി ഒന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തണം. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. പടം സൂപ്പറായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും കൂടെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. പ്രത്യേകിച്ച് +2 കഴിഞ്ഞിട്ട് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇത് കണ്ടിരിക്കണം. ഞാൻ നല്ലൊരു പബ്ലിസിറ്റി ഇതിന് കൊടുക്കും. കാശ്മീർ ഫയൽസ് പുഴ മുതൽ പുഴ വരെ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഫിലിമാണിത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഞാൻ പറയുന്നത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ വൈകിയതിലുള്ളൊരു വിഷമമാണ് എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒക്കെ പറയാനുള്ളത് അത് തന്നെയാണ്. ഇത് വൈകിയതിനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കുകയാണ്. പിന്നെ പ്രതിഷേധം, അത് അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ഒരു സീൻ പോലും കട്ട് ചെയ്യാനോ കളയാനോ ഇല്ല എന്നുള്ളതാണ്. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, നമ്മൾ ഇനി ഇത് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ കേരളം ഈ ഫിലിമിൽ എങ്ങനെയാണോ അതുപോലെ കേരളം എത്തിച്ചേരും. അതിനു മുമ്പ് അതിനൊരു തടയിടാനുള്ള ഒരു ഫിലിമും കൂടിയാണ്. നമുക്കൊരു മോറലും കൂടി ഇത് തരുന്നുണ്ട്. ഷാജിയേട്ടാ ഇവിടെ മാതാപിതാക്കളോടൊപ്പം തന്നെ കുട്ടികൾ വന്ന് കാണണം, സുഹൃത്തുക്കളോടൊപ്പം വന്ന് കാണണം. മതത്തിനെ അവഹേളിക്കുന്ന തരത്തിലൊന്നും അല്ല. ഇത് തീവ്രവാദത്തിനെതിരായിട്ടാണ്. അത് എല്ലാരും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.